കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 45-ാമത്തെ മെസ്സേജിൻ്റെ ആദ്യത്തെ പാർട്ടാണ് വായിക്കുന്നത്. എന്നെ കേൾക്കുക, ചഞ്ചല മനസ്കരെ, എന്നെ ശ്രവിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇതാ എൻ്റെ കരുണ അവസാനിക്കാറായിരിക്കുന്നു. നിങ്ങളാകട്ടെ നിങ്ങളുടെ ആത്മീയ മന്ദോഷണതയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. എൻ്റെ വായിൽ നിന്ന് നിങ്ങളെ ഞാൻ തുപ്പിക്കളയുന്നതിനാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ ഉറപ്പായും പറയുന്നു. ജാഗ്രതയോടെ ഇരിക്കുക, എന്തെന്നാൽ സമയം അടുത്തെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന സമയം വരാൻ പോകുന്നു. ആ സമയത്ത് ആരും നിങ്ങളുടെ സ്വരം ശ്രദ്ധിക്കുകയില്ല. ഇതാ എൻ്റെ കരുണയുടെ യാനം പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന രക്ഷയുടെ ടിക്കറ്റ് വാങ്ങാനായി തിടുക്കം കൂട്ടുക. അനേകരുടെ, നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കുകയും എന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. വിശേഷിച്ച് വിശ്വാസം കുറഞ്ഞു പോയ ഇടങ്ങളിൽ എൻ്റെ സന്ദേശങ്ങളിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യവംശം നിദ്രയിൽ നിന്നുണർന്ന് എൻ്റെ മടങ്ങിവരവിൻ്റെ വിജയത്തിനായി ഒരുങ്ങണം എന്നാണ്. നിങ്ങൾ തിരിച്ചറിവായ സമയം മുതൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിത്യതയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അതനുസരിച്ച് എല്ലാം വിധിക്കപ്പെടും. നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരെ വേദനിപ്പിക്കാനായി നിങ്ങൾ ഉപയോഗിച്ച വ്യർത്ഥവാക്കുകളും തെറ്റായ തീരുമാനങ്ങളും എല്ലാം അപ്പോൾ വിധിക്കപ്പെടും. അതുകൊണ്ടാണ് അനുതപിക്കാനും പരിഹാരം ചെയ്യാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മൂന്നാം ശുദ്ധീകരണ സ്ഥലത്തിലെ ശുദ്ധീകരണാഗ്നിയോ നരകാഗ്നിയോ അനുഭവിക്കേണ്ടി വരികയില്ല. ഈ ലോകത്തിൽ മാരക പാപാവസ്ഥയിൽ ആയിരിക്കുന്ന അനേകർക്ക് ശുദ്ധീകരണത്തിനായുള്ള ഈ അഗ്നിയിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. അവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടവരായിരിക്കും.